ഈ ആഴ്ചയിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യമായി ലഭിച്ചിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നാളായി പല ജീവിത സാഹചര്യങ്ങളും അമ്മാനമാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പുതിയ ജോലി, ബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ എന്നിവയെല്ലാം കൂടി നിങ്ങൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുന്നു. വ്യക്തിബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാവുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ വരവും ചെലവും ബാലൻസ് ചെയ്യാൻ കഴിയുന്നു. ജോലിയിൽ കാര്യങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്ത് അതിനനുസരിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അടുത്തതായി വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഈ സമയത്ത് മുൻപ് സഹിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങളെ പുതിയ ഒരു ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ലഭിച്ച വിവരങ്ങൾ നിങ്ങൾ അന്തരാത്മാവുമായി കണക്ട് ചെയ്ത് സ്വയം അതനുസരിച്ച് മാറാൻ തയ്യാറാവുന്നുണ്ട്. അതിൻ്റെ ഫലമായി നിങ്ങളുടെ അനുഭവജ്ഞാനം വർദ്ധിക്കുന്നു. പുതിയ ഉൾവിളികൾ നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം മുന്നോട്ടുള്ള പാതയിൽ ഏത് ദിശ സ്വീകരിക്കണം എന്നൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് സ്വീകരിച്ചാൽ എന്താവും, ശരിയാവുമോ തെറ്റാവുമോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ തോന്നാം. പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് അടുത്തതായി വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. തുടങ്ങി വെച്ച പല കാര്യങ്ങളും നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പാരമ്പര്യ സ്വത്ത് കൈവശം വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് പണമോ സമ്മാനങ്ങളോ ലഭിക്കാനും സാധ്യതയുണ്ട്. ഒരു പുതിയ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികം മാത്രമല്ല, സ്നേഹബന്ധങ്ങൾ, കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അടുത്തതായി ഹാങ്ഡ് മാൻ എനർജിയാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ജീവിതത്തിൽ എന്തിനൊക്കെ മുൻഗണന കൊടുക്കണം എന്ന് ശ്രദ്ധിക്കണം. പണമാണോ, ബന്ധങ്ങളാണോ, പേഴ്സണൽ ഗ്രോത്താണോ, അതോ ആത്മീയ വളർച്ചയാണോ? അങ്ങനെ ഒരു പ്രിയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ചില അറ്റാച്ച്മെൻറ്റുകൾ നിങ്ങൾക്കുണ്ട്. എന്തിനോട് അമിതമായ അറ്റാച്ച്മെൻറ്റ് ശരിയല്ല. അമിതമായ അറ്റാച്ച്മെൻറ്റ് അഡിക്ഷനിലേക്ക് നിങ്ങളെ നയിക്കും. പുതിയ ഉൾക്കാഴ്ചകൾ നേടണം. നിലവിലുള്ള അവസ്ഥ സ്റ്റക്കായി നിൽക്കരുത് എന്നാണ് സന്ദേശം. നിങ്ങൾക്ക് ശരിയായ അവസരത്തിന് ക്ഷമയോടെ കൂടി കാത്തിരിക്കുക. പക്ഷേ ശരിയായ അവസരം എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് പുതിയ ഒരു സ്പാർക്ക് ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ഒരു ഇൻസ്പിറേഷൻ സ്പാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ പല രീതിയിലുള്ള വളർച്ച ആത്മീയമായി നേടുന്നുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒരു സന്ദേശത്തിൻ്റെ രൂപത്തിലോ